പറഞ്ഞു. ഹേ രാജൻ, ഭയപ്പെടേണ്ട. അങ്ങ് ഈ ആശ്രമത്തിൽ സുരക്ഷിതനാണ്. അങ്ങ് ആരാണ്? എന്താണീ ഭയത്തിന് കാരണം? ആ മഹാഭൂതം എന്തിനായി അങ്ങയോട് വിരോധിക്കുന്നു? ചന്ദ്രസേനൻ ആശ്വാസപൂർവ്വം തൻ്റെ ആനകൾ ചിതൽപുറ്റുടച്ചതുമായ കാര്യങ്ങളെല്ലാം വിശദമായി മഹർഷിയോട് പറഞ്ഞു കേൾപ്പിച്ചു. ദിവ്യജ്ഞനായ സുധീഷ്ണ മഹർഷി കാര്യം മനസ്സിലാക്കിയ ശേഷം രാജാവിനോട് പറഞ്ഞു. ഹേ രാജൻ, ശ്രീ മഹാഭദ്രകാളിയുടെ കിങ്കരനായ മഹാഭൂതമാണ് നിന്റെ പിന്നാലെ വന്നത്. അവനെ ഞാൻ സമാധാനിപ്പിച്ച് തിരികെ അയച്ചുകൊള്ളാം. ആശ്രമ കവാടത്തിൽ അക്ഷമനായി കാത്തു നിൽക്കുന്ന ഭൂതത്തിനോട് സുധീഷ്ണ മുനി തൊഴുകൈയോടെ അപേക്ഷിച്ചു. അല്ലയോ മഹാകാളി കിങ്കരനായ മഹാഭൂതമേ, ഈ രാജാവിൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച പിഴകൾ പുറക്കുമാറാകണേ. അവിടുന്ന് ദേവീ സന്നിധിയിലേക്ക് തിരികെ പോകുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. സിദ്ധനായ ആ മഹർഷിയുടെ വാക്കുകൾ കേട്ട് ഭൂതം അദ്ദേഹത്തെ പ്രണമിച്ചു മടങ്ങിപ്പോയി. മാർക്കണ്ഡേയൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്രസേന രാജാവ് സുധീഷ്ണനോട് ചോദിച്ചു, അങ്ങു പറഞ്ഞ ഭദ്രകാളിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. വിസ്തരിച്ചു പറഞ്ഞു തരുവാൻ അപേക്ഷിക്കുന്നു. ഏതൊരു ദേവിയുടെ കേവലമൊരു കിങ്കരൻ 2 ആനകളെ ഭക്ഷിക്കുവാൻ പ്രാപ്തനായിട്ടിരിക്കുന്നുവോ ആ ദേവിയുടെ മാഹാത്മ്യം എത്ര മഹത്തരമായിരിക്കും. സുധീഷ്ണൻ പറഞ്ഞു. അല്ലയോ ചന്ദ്രസേന മഹാരാജാവേ, ശ്രീ മഹാഭദ്രകാളിയുടെ അവതാരം മുതൽ സകല ചരിത്രങ്ങളും ഞാൻ പറഞ്ഞു തരാം. പണ്ടൊരു ദേവാസുര യുദ്ധകാലത്ത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ദേവപക്ഷത്തു നിന്നുകൊണ്ട് തൻ്റെ മഹാസുദർശന ചക്രത്താൽ ഒട്ടുമിക്ക അസുരന്മാരെയും കൊന്നൊടുക്കി. ശേഷിച്ച അസുരന്മാർ പാതാളത്തിൽ പോയി ഒളിച്ച്. അക്കൂട്ടത്തിൽ 4 അസുര നാരിമാരും ഉണ്ടായിരുന്നു. അവരിൽ ഒരുവൾ ദാനവതിയും മറ്റൊരുവൾ ദാരുമതിയുമായിരുന്നു. ഭർതൃമതികളായ ആ അസുര നാരിമാർ ഇങ്ങനെ ആലോചിച്ചുറച്ചു. നമ്മൾ ജീവിച്ചിരിക്കെ അസുരവംശം ഇങ്ങനെ മൂലക്ഷയം ഭവിച്ചു പോകാൻ പാടില്ല. അതിനാൽ ബ്രഹ്മദേവനെ ഭജിച്ച് ഉചിതമായ വരം നേടുക തന്നെ എന്നുറച്ച് അവർ 2 പേരും പടിഞ്ഞാറേ സമുദ്രക്കരയിലുള്ള ഗോകർണ ക്ഷേത്രം പ്രാപിച്ചു. പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ചിത്തശുദ്ധിയോടെ പഞ്ചാഗ്നി മധ്യസ്ഥരായ ഇന്ദ്രിയ നിവൃത്തരായി ഏകാഗ്രത ചിത്തകളായി ബ്രഹ്മദേവനെ തപം ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായിട്ട് ആ അസുര നാരിമാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള വരം വരിച്ചു കൊള്ളുവാൻ അനുവാദം നൽകി. അസുരവംശത്തെ രക്ഷിക്കുന്നതിനും ഭരിക്കുന്നതിനും പ്രാപ്തരായ ഓരോ പുത്രന്മാരെ ഞങ്ങൾക്ക് 2 പേർക്കും തന്നുകൊള്ളുവാൻ അവർ അപേക്ഷിച്ചു. അതേ പ്രകാരം അവരിരുവർക്കും വരം നൽകി അനുഗ്രഹിച്ചു. ബ്രഹ്മദേവൻ മറഞ്ഞു. ദാനവതിയും ദാരുമതിയും തിരികെ പാതാളത്തിലെത്തി. ഭർതൃശുശ്രൂഷാദികൾ ചെയ്ത കാലം കഴിക്കവേ അവർ 2 പേർക്കും ഓരോ പുത്രന്മാരുണ്ടായി. അവരിൽ ദാനവതിയുടെ പുത്രന് ദാനവനെന്നും ദാരുമതിയുടെ പുത്രന് ദാരികനെന്നും പേരിട്ടു. 2 പേരും വളർന്ന് യൗവനപ്രാപ്തരായപ്പോൾ തങ്ങളുടെ വംശത്തിന് വിനാശമുണ്ടാക്കിയത് വിഷ്ണുദേവനാണെന്നും ബ്രഹ്മദേവൻ വരദാന തൽപരനാണെന്നും അമ്മമാർ പറഞ്ഞറിഞ്ഞു. അതനുസരിച്ച് ദാരികൻ ഗോകർണത്ത് ചെന്ന് അതിതീവ്രമായ തപസ്സനുഷ്ഠിച്ചു. പൊള്ളുന്ന വെയിലത്ത് പഞ്ചാഗ്നി മധ്യസ്ഥനായും മഞ്ഞു പെയ്യുന്ന നേരത്ത് ജലത്തിൽ ഇറങ്ങി നനഞ്ഞും നിരാഹാരനായിരുന്നു കൊണ്ട് ചിലപ്പോൾ മരക്കൊമ്പിൽ തല കീഴു തൂങ്ങിക്കിടന്നും ഒറ്റ പെരുവിരൽ മാത്രം നിലത്തു ഊന്നി നിന്നുകൊണ്ടും മറ്റും ശരീരത്തിന് അധികമായ ആയാസത്തെ ഏൽപ്പിച്ചുകൊണ്ട് കഠിനമായ തപം തുടർന്നു. പക്ഷേ ദാരികൻ്റെ ലക്ഷ്യം ദേവവംശത്തിന് അഹിതമാണെന്നറിയുന്ന ബ്രഹ്മദേവൻ ദർശനം നൽകിയില്ല. ഇനിയും ബ്രഹ്മൻ പ്രത്യക്ഷനാകുന്നില്ലെങ്കിൽ ഇതാ ഞാൻ എൻ്റെ കഴുത്തു വെട്ടി ഇതാ ഹോമിക്കാൻ പോകുന്നു എന്ന് ചൊല്ലി ഉടവാൾ കഴുത്തിലമർത്തി ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണതും ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരുൾ ചെയ്തു. അല്ലയോ വീരനായ ദാരിക, ഇനിമേൽ നിന്റെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും 1000 നിന്നോട് തുല്യരായ വീരന്മാർ ഉണ്ടായി വരും. ഇത്
ഞാൻ സ്വയം നൽകുന്ന വരദാനമാണ്. ഇനി നീ ഇച്ഛിക്കുന്ന വരം ചോദിച്ചു കൊള്ളുക. അപ്പോൾ ദാരികൻ പറഞ്ഞു, ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ എന്നിവർക്കാർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. മാത്രമല്ല ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർക്കും അവിധ്യനായിത്തീരണം. അനേകം ആനകളുടേതിനോട് ശത്രുക്കളെ ഭയപ്പെടുത്തുമാറുള്ള ബലവും വേണം. കൂടാതെ ബ്രഹ്മദണ്ഡം എനിക്കായി നൽകണം. ഒപ്പം മായാവതി, താമസി എന്നീ മന്ത്രദേവതകളെയും ഉപദേശസഹിതം വരമായി തന്നാലും. ദാരികന്റെ വരാഭ്യർത്ഥന കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, നിന്റെ ഘോര തപസ്സിൽ പ്രീതനായ സ്ഥിതിക്ക് നിനക്കു വേണ്ട വരങ്ങൾ ഞാൻ എങ്ങനെ തരാതിരിക്കും? എല്ലാ വരങ്ങളും ഇതാ ഞാൻ തന്നിരിക്കുന്നു. എങ്കിലും സംശയം വീണ്ടും ബാക്കി നിൽക്കുന്നു. ഹേ ദാരിക, സ്ത്രീകളാൽ വധിക്കപ്പെടരുത് എന്ന് നീ എന്തേ വരം വാങ്ങിയില്ല? മറന്നതാണോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദാരികൻ മറുപടി പറഞ്ഞു,